സർവം സഹയായ ഭൂമിദേവിയുടെ കഥ വാസുന്ദരം എന്ന പേരിൽ കഥകളി അരങ്ങിലെത്തി. പുരാണ കഥകൾ മാത്രമായി കളിവിളക്ക് തെളിയുന്ന കഥകളി അരങ്ങിലേക്ക് പ്രകൃതി സംരക്ഷണം മുഖ്യ പ്രമേയമാക്കിയാണ് വാസുന്ദരം കഥകളി എത്തിയത്. മനുഷ്യരാശിയിൽ നിന്ന് വസുന്ധര അഥവാ ഭൂമിദേവി നേരിടുന്ന വിപത്തും ഭൂമിപുത്രൻ അമ്മയെ രക്ഷിക്കുന്നതുമാണ് കഥകളിയുടെ ഇതിവൃത്തം. സർവം സഹയായ വസുന്ധരയും അവളുടെ തോഴിമാരായ ചന്ദ്രലേഖയും നിമഗ്നയും പ്രകൃതിയുടെ താളാത്മകതയിൽ മതിമറന്ന് ആനന്ദനൃത്തം ചെയ്യുകയാണ്. ഇതിനിടെ അകലെ ഘോരവനങ്ങളുടെ സാന്ദ്രതയിൽ നിന്നും അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആരവം ഉയരുന്നു. നശീകരണത്തിന്റെ ആരവം അവരെ അസ്വസ്ഥമാക്കുന്നു. വസുന്ധരയുടെ പ്രിയപ്പെട്ട വനങ്ങളും പുഴകളും നഷ്ടമാകുന്നു. സ്വാർത്ഥതയുടെയും അത്യാർത്തിയുടെയും പ്രതീകമായ സർവനാശകൻ മഹാസനൻ വസുന്ധരയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ഇതേസമയം വസുന്ധരയെ മോചിപ്പിക്കാൻ പച്ചവേഷധാരിയായ വിമോക്ഷകൻ എത്തുന്നു. മഹാസനനും വിമോക്ഷകനും തമ്മിലുള്ള യുദ്ധത്തിൽ വിമോക്ഷകൻ അത്യാർത്തിയുടെ പ്രതീകമായ മഹാസനനെ വധിച്ച് ഭൂമിയെ മോചിപ്പിക്കുന്നതാണ് വാസുന്ദരം കഥകളിയുടെ ഇതിവൃത്തം. വാസുന്ദരം എന്ന നാട്ടുകഥ ആവിഷ്കരിച്ച് ഇന്ന് വിദ്യാവികാസ് ഇന്റർനാഷണൽ ഓയിസ്ക വിദ്യാവികാസ് ഇന്റർനാഷണൽ സ്കൂളിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിദേവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യഥകളെ പറ്റിയിട്ടാണ് ഇതിലെ പ്രധാന പ്രമേയം. ഭൂമിയെ ഒരു കാലത്ത് മനുഷ്യർ സ്നേഹിച്ചിരുന്നു. ഒരു കാലത്ത് ഭൂമിയുടെ നിയമങ്ങൾ അനുസരിച്ചിരുന്നു. കാലക്രമത്തിൽ ഭൂമിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഭൂമിയെ നശിപ്പിക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ വനങ്ങൾ ഇല്ല. ഡോക്ടർ പാർവതി വാര്യർ രചിച്ച വാസുന്ദരം ആട്ടക്കഥ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമമാണ് അരങ്ങിലെത്തിച്ചത്. കഥകളി ഗ്രാമം ആചാര്യൻ കലാമണ്ഡലം വെങ്കിട്ടരാമനാണ് ഇതിന് നേതൃത്വം നൽകിയത്. വൈഗ ബാബു വസുന്ധരയായും, ഇഷാനി നിഷാദ് ചന്ദ്രലേഖയായും, നിവേദ്യ നാരായണൻ നിമഗ്നയായും, മഞ്ജിമ സുരേഷ് മഹാസനനായും, ശ്യാം മോഹൻ വാര്യർ വിമോക്ഷകനായും അരങ്ങിലെത്തി. പുതുപ്പെരിയാരം ഓയിസ്ക വിദ്യാവികാസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കഥകളി അരങ്ങേറിയത്.